മലയാളത്തിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു അക്ഷരമാണ് ഴ. എഴുതാനാണെങ്കിലും പറയാനാണെങ്കിലും ഒക്കെ. പക്ഷേ ഇന്ന് ഈ ഴ ഒരു സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഴ രണ്ടാമതാണ് ഉപയോഗിക്കുന്നത്. മഴ, പുഴ. ഇന്ന് ഴയിൽ തുടങ്ങിയിട്ട് ഒരു സിനിമ. ഴ എന്ന് പറഞ്ഞ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് എൻ്റെ കൂടെ ഉള്ളത് അജിത നമ്പ്യാരാണ്. സ്വാഗതം. എങ്ങനെയാണ് ഴ എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലേക്ക് വന്നത് സിനിമ? അത് ഡയറക്ടറിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഴ, മഴ അല്ലേ, അതുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് തോന്നുന്നത് എനിക്ക് ഴ എന്ന് പറഞ്ഞൊരു പേര് വന്നിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത്. സംവിധായകനാണെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും വളരെ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ്, എഴുത്തുകാരനാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഴ എന്ന ഒരു ടൈറ്റിൽ പേര് വന്നിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നേരത്തെ ഒരു നാടകമായിരുന്നു അല്ലേ? ആ നാടകം ഇപ്പോൾ ഒരു സിനിമയായപ്പം ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അജിത ചേച്ചി? ഇല്ല, അഭിനയിച്ചിട്ടില്ല. അപ്പം ഈ സിനിമ വരുമ്പോൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ? തീർച്ചയായിട്ടും. ഗിരി ഡയറക്ടർ എന്നതിലുപരി എനിക്ക് ബ്രദറിനെ പോലെയാണ്, ചിലപ്പം എൻ്റെ മോനെ പോലെയാണ്. അത്രയും അടുപ്പമാണ്. ചിലപ്പോൾ ചീത്തയൊക്കെ പറയും. ചീത്ത ചില കാര്യങ്ങൾക്ക്, അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ലേറ്റ് ആവുന്ന കാര്യത്തിൽ ചിലപ്പോൾ ദേഷ്യം പിടിക്കും. അങ്ങനെയൊക്കെയുള്ളൂ. അല്ലാതെ എല്ലാ ആക്ടേഴ്സിനെയും നന്നായി പാമ്പർ ചെയ്തൊരു മുന്നോട്ട് പോകുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന് എല്ലാം 100% വേണം. ഒരു 90 പോലും എത്താൻ സമ്മതിക്കില്ല. ഒരു 100% വേണ്ടി ദാഹിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. നാടകത്തിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അതിൻ്റെ ഡിഫറെൻറ്റ് മേഖലകളിൽ പിന്നെ ഒരുപാട് പാണ്ഡിത്യമുള്ള ഒരാളാണ്. ഞാനങ്ങനെ 1-2 ആളെ മാത്രമേ കോഴിക്കോടൻ മലയാള നാടകവേദിയിൽ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ എപ്പോഴും അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഡയറക്ടേഴ്സിന് കൂടെ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഗിരി അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ഈ വ്യത്യസ്തനായ ആള് നാടകത്തിൽ ഒരു ഡയറക്ടറും സിനിമയിൽ വേറൊരു ഡയറക്ടറും അങ്ങനെയുള്ള ഒരു സ്വഭാവമായിരുന്നോ? എന്തായിരുന്നു എക്സ്പീരിയൻസ്? നാടകം ഞാൻ അദ്ദേഹത്തിൻ്റെ 3 നാടകം ചെയ്തു. 3 നാടകത്തിലും നല്ല റോളാണ് ചെയ്യാൻ പറ്റിയത്. നന്നായിട്ട് സ്റ്റേജിൽ പ്രസൻറ്റ് ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഡയറക്ടറിൻ്റെ മുഖം കണ്ടാലറിയാം നമ്മളെങ്ങനെയാണത് പ്രസൻറ്റ് ചെയ്തതെന്നുള്ളത്. അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓഡിയൻസും സാറ്റിസ്ഫൈഡ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമയുടെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സിനിമ ചെയ്യുമ്പോൾ നന്നായി ചെയ്തിട്ട് തോന്നിയിട്ടുള്ള പല സിനിമകളും ഫ്ലോപ്പായിട്ടുണ്ട്. അപ്പം പിന്നെ ഈ സിനിമയുടെ ഒരു സെറ്റിലെ ഒരു വിശേഷം എന്താണെന്ന് വെച്ചാൽ ഗിരിയെ നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ നമുക്കറിയാം. അപ്പോൾ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാവരും നമ്മുടെ ഒപ്പം ഉണ്ടായിട്ടുള്ള ആളുകളാണ്. നന്നായി സ്നേഹത്തോടു കൂടി ഈവൻ പിന്നെ പ്രൊഡ്യൂസറിനെ ഞാൻ ആദ്യമായിട്ട് ആ ഒരു ഇതിൽ നിന്ന് പരിചയപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹം പോലും നമ്മളോട് വളരെ സ്നേഹത്തോടു കൂടിയിട്ടാണ് പെരുമാറിയത്. അപ്പം ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുക എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലെ ആളുകളുടെ പെരുമാറ്റം തന്നെയാണ് ഒരു സിനിമയുടെ വലിയൊരു റിസൾട്ട്. അതായത് അത് എത്ര നന്നാവണം എന്നുള്ളതൊക്കെ ഇല്ലേ, അതിലുള്ള ആക്ടേഴ്സിനോട് ഡയറക്ടറും മറ്റുള്ളവരും കാണിക്കുന്ന സ്നേഹം തന്നെയാണ്. അവരെ കൂട്ടിച്ചേർത്തി നിർത്തിയാൽ തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് ശരിക്കും നല്ലൊരു എക്സ്പോഷർ ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത്. സിനിമ എന്ന് പറയുന്നത് ഒരു ആക്ഷൻ കട്ട്, ഇതിൻ്റെ ഇടയിൽ അഭിനയിക്കുന്നതും നാടകം ത്രൂ ഔട്ട് നമ്മൾ അവസാനം വരെ, ആദ്യം മുതൽ അവസാനം വരെ നമ്മളെ ക്യാരക്ടർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ പിന്നെയും വേറെ കോസ്റ്റ്യൂമിലായിരിക്കും. അങ്ങനെ രണ്ടും നോക്കുകയാണെങ്കിൽ ആക്ടിങ്ങിൽ തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട് രണ്ടും. അപ്പോൾ അതെങ്ങനെയാ ഒരു എപ്പോഴെങ്കിലും ഒരുപോലെ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 2 കാര്യം? ഡയലോഗ്സിൻ്റെ കാര്യത്തിൽ ഡ്രാമ ചെയ്യുന്ന ആളുകൾക്ക് ഡയലോഗ്സ് വളരെ സുന്ദരമായിട്ട് റെൻഡർ ചെയ്യാൻ സാധിക്കും. അതാണ് എൻ്റെ വിശ്വാസം. ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും ഡയലോഗ്സ് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് മീറ്ററിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. സിനിമയായാലും നാടകമായാലും നാടകം കുറച്ചുകൂടി എക്സാജറേറ്റഡ് ആണ്. സിനിമയിൽ വളരെ സട്ടിലായിട്ടുള്ള കാര്യങ്ങൾ മതി. അപ്പം നാടകം നമ്മൾ ചെയ്യുന്ന സമയത്ത് മുന്നിലുള്ള ആൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ നാടകം ചെയ്യുന്നത്, ഏറ്റവും പിന്നിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നാടകം ചെയ്യുന്നത്. അപ്പം നമ്മൾ കുറച്ച് കൂടുതലായിട്ട് എക്സാജറേറ്റ് ചെയ്തിട്ട് ആക്ട് ചെയ്യും.
എന്നാൽ മാത്രം ആ ഒരു ചെയ്യുന്ന ഒരു ശീലം കൊണ്ട് നാടകക്കാർ പൊതുവെ സിനിമയിൽ വരുമ്പോൾ കുറച്ച് കൂടി പോകും. എന്നാൽ നാടകക്കാരോട് പറയാം, ചേച്ചി അല്ലെങ്കിൽ ചേട്ടാ ഒന്ന് മീറ്റർ താഴ്ത്തു എന്ന് പറഞ്ഞിട്ട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്ടറും ക്യാമറാമാനും കൂടുതലുള്ള ക്രൂ ഒക്കെ നമ്മളോട് സ്നേഹത്തോട് ദേഷ്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളതും പോകും. ക്യാമറയുടെ മുന്നിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു എന്താ പറയുക നമ്മുടെ വികാരം, നമ്മൾ ചിലപ്പോൾ അത് സങ്കടം പേടിയോ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ആ പേടി നമ്മൾ ക്യാമറയിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ നമ്മുടെ ഉള്ളിലുള്ളത്. ഇപ്പം ഡയറക്ടർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഭാവങ്ങൾ മുഴുവൻ ഉള്ളിൽ വെച്ചാൽ മതി, പുറത്തേക്ക് എടുക്കണ്ട. നാടകമല്ല ഇത്, നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ ഉള്ളിലുള്ളത് അത് നിങ്ങൾ ഉള്ളിൽ വെച്ചിട്ട് ചെയ്താൽ മതി. ക്യാമറ ഒപ്പിയെടുത്തോളൂ. പ്രത്യേകിച്ച് ഇപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാമറകളാണുള്ളത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ സിനിമ ഒരു നിർഭാഗ്യത്തിൻ്റെ ഒരു മേഖലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നാടകം അങ്ങനെയല്ല. നാടകൻ നമ്മൾ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേ സക്സസ്ഫുൾ ആവുക തന്നെ ചെയ്യും. അതേപോലെ ഇപ്പോൾ പഴയ കാലങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമയിലേക്ക് നാടകക്കാർ വളരെ കുറവായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി നാടകക്കാരും കൂടി സിനിമയിലേക്ക് വന്നു. അപ്പോൾ അത് ആദ്യം നാടകക്കാരെ സിനിമയിലേക്ക് കൊണ്ടുവരുമ്പം പറഞ്ഞു കേട്ട ഒരു കാര്യമാണ് അമിത അഭിനയം. അതായത് അത്രയും ആക്ടിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇപ്പം നേരത്തെ അജിതേച്ചി പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പം എന്ത് മാറ്റമാണ് സംഭവിച്ചത്? അതായത് ഇപ്പോൾ മലയാള സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ നാടകത്തിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാർ പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട്. അപ്പം സിനിമാക്കാർ നാടകക്കാരെ ആ ആക്ടിങ്ങിനെ യോജിച്ച് വന്നതാണോ, അല്ലെങ്കിൽ നാടകക്കാർ സിനിമ അഭിനയം പഠിച്ചിട്ട് സിനിമയിലേക്ക് വന്നതാണോ? ആദ്യത്തെ ചോദ്യത്തിലൊരു ചെറിയ തെറ്റുണ്ടേ. നാടകക്കാരായിരുന്നു സിനിമാ രംഗം വാണിരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് നാടകക്കാർ, KPSC ലളിത, പിന്നെ ഫിലോമിന ചേച്ചി, പിന്നെ ആ ഒരു കാലത്തുള്ള എല്ലാവരും നാടകക്കാർ തന്നെയായിരുന്നു. പിന്നീട് ഇടയിലാണ് മിമിക്രിക്കാരുടെ ഒരു കയറ്റം ഉണ്ടായത്. അതെന്താണെന്ന് വെച്ചാൽ അപ്പോഴൊക്കെ കുറച്ച് തമാശകൾ കൂടുതലുള്ള സിനിമകളാണ് ആ സമയത്തൊക്കെ വന്നത്. നമ്മളിപ്പോൾ മിമിക്രിക്കാരുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു 90% തമാശ സിനിമകൾ. സീരിയസ് റോൾസ് അവർക്ക് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഇനിയിപ്പോൾ 1-2 ആളുകൾ ചെയ്തെന്നിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും തമാശ രൂപേണയുള്ള സിനിമകളാണ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, നാടകക്കാർ പിന്നെ ഡയറക്ടർ അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയിട്ടാണോ അവർ സിനിമയിലേക്ക് വന്നതെന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടറിൻ്റെ കലയാണ് സിനിമ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പം ഒരു ഡയറക്ടർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഏത് നാടകക്കാരനും നല്ല സിനിമാക്കാരനാക്കാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും അവർക്ക് എളുപ്പമായിരിക്കും മറ്റൊരാളെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുന്നതിലും നന്നായിട്ട് ചെയ്യാൻ നാടകക്കാർക്ക് സാധിക്കും. അതാ ഞാൻ പറഞ്ഞത്, മീറ്റർ മനസ്സിലാക്കുക. ഡ്രാമയുടെ സിനിമയുടെ മീറ്റർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാടകക്കാരന് ഈ ഒരു ഫീൽഡ് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇപ്പം ഞാൻ നാടകങ്ങൾ ചെയ്യുന്നു, സിനിമ ഇപ്പോൾ 25 മൂവീസ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതും കോഴിക്കോട് വരുന്ന മൂവീസാണ് ഞാൻ ആദ്യമൊക്കെ ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പം കരിക്കിൻ്റെ വെബ് സീരീസ് ചെയ്തു. പിന്നെ 2 മോശമില്ലാത്ത സിനിമകൾ, നെയ്മറും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണും ചെയ്തു. ഇപ്പോഴൊക്കെ എനിക്ക് ആ 2 ക്രൂവിൽ നിന്നും കിട്ടിയില്ല വളരെ സ്നേഹമാണ്. നമ്മളോട് സ്നേഹം നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടുക, അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ഒന്നും ഇത് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. എന്താ കാരണം വെച്ചാൽ ആർക്കും സിനിമ എനിക്ക് തോന്നുന്നു കുറച്ച് ധൈര്യവും ഡയലോഗ് റെൻഡർ ചെയ്യാൻ പറ്റിയെങ്കിലും തീർച്ചയായിട്ടും സിനിമയിൽ നമ്മൾ നല്ല മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്താ കാരണം ചിലപ്പോൾ കുറേ ഭാഗ്യം, ലക്ക് വലിയൊരു ഫാക്റ്റാണ്. ലക്കില്ലാത്തവർക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. വെച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ ആക്ടറിൻ്റെ മകനോ മകളോ അല്ലെങ്കിൽ അവരെ ഫാമിലി ഡയറക്ടറിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളോ. ഇപ്പം ഇപ്പൊക്കെ എന്താ വെച്ചാൽ സിനിമ ഒരുപാട് കൂട്ടങ്ങളാണ്. സൗബിൻ്റെ ഗ്രൂപ്പ് ഒന്ന്, ഫഹദിൻ്റെ ഗ്രൂപ്പ് ഒന്ന്, ശ്രീനിവാസൻ്റെ മകൻ്റെ ഗ്രൂപ്പ് ഒന്ന്. അപ്പം അവരൊരു ഗ്രൂപ്പിലുള്ള ആളുകളെ വെച്ചിട്ട് സിനിമകൾ ചെയ്യാണ്. അപ്പം പിന്നെ ഒന്നാമത്തെ ഞങ്ങളെപ്പോലെയുള്ള ആക്ടേഴ്സിന് അമ്മ ക്യാരക്ടേഴ്സ്
കിട്ടാൻ കുറവാണ്. കുറേ മുന്നേ എന്നോട്, ഞാൻ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ സിനിമ ചെയ്യാൻ പോയ സമയത്ത് ഹരികുമാർ സാറ്, ഇപ്പം സാറില്ല, സാർ എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 2-3 സീന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിൽ. അപ്പോൾ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 4 പേര് വന്നതിന് ശേഷമാണ് അജിത വന്നിട്ടുള്ളത്. അജിതയ്ക്ക് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു മാന്യമായ സ്ഥാനം കിട്ടാനുള്ള എല്ലാ ഇതും കാണുന്നുണ്ട് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, സാറിൻ്റെ നാവ് പൊന്നാവട്ടെ, പക്ഷേ എനിക്ക് ആരുമില്ല എന്നെ ഈ ഫീൽഡിലേക്ക് ഒന്ന് സഹായിക്കാൻ ഒരാളില്ല. നമ്മുടെ കഴിവ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ട് വിളിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഭാഗ്യത്തിൻ്റെ ഇതാണ്. സാരമില്ല, നമുക്ക് മുന്നോട്ട് വരാം. KPCയിൽ ഇതൊക്കെ അപ്പോൾ പോയിട്ടുള്ള സമയമല്ലേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശ്രമിച്ചാൽ ഒരു നല്ല റോളൊക്കെ കിട്ടും, ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് നമുക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഒരുപാട് അമ്മമാരിപ്പോൾ വന്നു, നന്നായി ആക്ട് ചെയ്യുന്ന അമ്മമാർ വന്നിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഭാഗ്യനിർഭാഗ്യങ്ങളുടെ ഒരു ഫീൽഡാണ്. അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ പണമാണ് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സിനിമയ്ക്ക് നമുക്ക് കാശ് കിട്ടും, നാടകത്തിന് നമുക്ക് കാശില്ല, പക്ഷേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നാടകം എന്താ പറയുന്നത്, ഒരു നാടകം കഴിയുന്നവരെ ആ ഒരു ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിലുള്ള സ്നേഹം ചിലപ്പോൾ അടി ഉണ്ടാവും, പക്ഷെ അടുത്ത നിമിഷം നമ്മൾ നന്നാകും, കാര്യങ്ങളൊക്കെ പറയും. പിന്നെ ഞാനൊരു സീനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ചിലപ്പം വേണ്ടാത്ത ഒരു ഷാഡ്യൊക്കെ എനിക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ വർത്താനൊക്കെ ഞാൻ പറഞ്ഞു വരും. പക്ഷെ എന്നാലും എൻ്റെ കൂടെയുള്ളവരെ പാമ്പർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എനിക്ക് നാടകം തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു വീക്ക്നെസ്. ഓക്കെ, അതുപോലെ ഇപ്പം അമ്മ കഥാപാത്രങ്ങളെ കുറിച്ച് സംസാരിച്ചു. അപ്പം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നമ്മൾ ഒരു അമ്മേനെ കണ്ടു. ഇവിടെ നമ്മൾ എങ്ങനെയുള്ള ഒരു അമ്മേനെയാണ് കാണുന്നത്? ഡിഫറൻസ് എന്താണ്? ഇതിൽ ഒരു വല്ലാത്തൊരു ക്യാരക്ടറാണിത്. എന്താണെന്ന് വെച്ചാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ അമ്മ വളരെ പതുങ്ങി ചെയ്യുന്ന ഒരു അമ്മയാണ്. അതെൻ്റെ സ്വഭാവമേ അല്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ വളരെ ഒരു ഫാസ്റ്റാണ് എല്ലാ കാര്യത്തിലും. പക്ഷേ അതിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് അവിടെ കിട്ടി. അതെനിക്ക് തെളിയിക്കാനും പറ്റി. ഈ ഒരു രാലമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനോടുള്ള സ്നേഹം, ആ മകൻ എപ്പോഴാണ് എന്നിൽ നിന്ന് വിട്ടു പോകും എന്നുള്ള ഒരു ഉൾഭയമുള്ളൊരമ്മയാണ്. അപ്പം അതെങ്ങനെ നാടകത്തിലാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. സിനിമയിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വളരെ സട്ടിലായിരിക്കണ്ടേ. അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് അത് ചെയ്യുക എന്ന് പറഞ്ഞെങ്കിൽ അതൊരു ചലഞ്ചിങ് റോള് തന്നെയായിരുന്നു. അത് ഗിരി എനിക്ക് തന്നത്, എനിക്ക് എന്താ പറയുക, എന്നോടുള്ള സ്നേഹം കൊണ്ടും എന്നോടുള്ള എന്താ വെച്ചാൽ ഞാനത് ചെയ്യും എന്നുള്ള വിശ്വാസം കൊണ്ടൊക്കെ ആയിരിക്കും. അത് ഒരു 70% ഞാൻ ചെയ്തു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസവും. ദൈവമേ, സിനിമ നന്നായി വരട്ടെ. എല്ലാവർക്കും, ഞങ്ങളെപ്പോലെയുള്ള എല്ലാവർക്കും, ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും എല്ലാം, നമ്മുടെ നാടകക്കാർക്കൊക്കെ ഒരു വലിയ വലിയ ഒരു ആശ്വാസമായിരിക്കും, ഒരു സന്തോഷമായിരിക്കും, കോഴിക്കോടിൻ്റെ അഭിമാനമായിരിക്കും അത്. അപ്പോൾ ഈ ക്യാരക്ടറിനെ പറ്റി സംസാരിച്ചപ്പം എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ഇമോഷണലായി അതിനെ പറ്റി സംസാരിക്കുമ്പോൾ. അപ്പം നാടകത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടർ എന്താണോ അതിനെ അതേപോലെ എടുത്ത് തന്നെ ഉള്ളിലേക്ക് കൊടുത്തിട്ട് തന്നെയാണോ പെർഫോം ചെയ്യുന്നത്? തീർച്ചയായിട്ടും. അഭിനയം ഒരിക്കലും ഇവിടെ നിന്ന് വന്നിട്ടല്ല അഭിനയിക്കേണ്ടത്, അടിവയറിൽ നിന്നാണ് അഭിനയം വരേണ്ടത്. ഒരിക്കലും ക്യാരക്ടർ, ഞാൻ എപ്പോഴും അഭിനയിക്കുന്ന സമയത്ത് ആ ക്യാരക്ടർ എനിക്കുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് കൂടെ റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു ക്യാരക്ടറിനെ ഞാൻ ആവാഹിക്കുക. അപ്പോൾ അത്തരത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് തന്നെ എൻ്റെ വിശ്വാസവും. നാടകക്കാർ മുഴുവനും, നാടകക്കാർക്കറിയാം എന്നെ, സിനിമാക്കാർക്ക് എന്നെ അറിയില്ലല്ലോ, ഞാനിപ്പോൾ ആയി വരുന്നല്ലേ ഉള്ളൂ. അപ്പം ആയി വന്നാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും ഏതൊരു ക്യാരക്ടർ കിട്ടിയാലും ഞാനല്ല, ഏതൊരു ആക്ട്രസും ഏതൊരു ആക്ടറും ചെയ്യേണ്ടത് അതിനെ മനസ്സിലാക്കി ചെയ്യാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. എങ്കിൽ ഇത് ഒരു വലിയൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള നമ്മുടെ ജേണിക്ക് ഒരു വലിയ ഒരു മുതൽക്കൂട്ടായിരിക്കും. ഏത് ഏജിലാണ് ഈ അഭിനയ രംഗത്തേക്ക്, നാടകം അല്ലെങ്കിൽ എന്തോ ഏത് ഏജിലാണ് ശരിക്കും അഭിനയത്തിലേക്ക് കടക്കുന്നത്? 24 വയസ്സിലാണ്. അതുവരെ ഞാൻ നാടകമോ ഒന്നും ചെയ്തിട്ടില്ല. ചെറുതായി പാടുമായിരുന്നു. അതിൽ നിന്ന് ചെറിയ എൻ്റെ ഒരു ഫാമിലി പ്രശ്നം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു. ആ ഒരു സമയത്ത് ഒരു ഡിപ്രഷനിലേക്കൊക്കെ വന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. നാടകം എനിക്ക് വല്ലാതെ തുണയായിട്ടുണ്ട്.
എനിക്ക് ഒരുപാട് നാടക ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ കൂടപ്പുറപ്പുകളിൽ നിന്ന് തന്നെ പറയാം. ശരിക്കും അവരാണ് എന്നെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴും സിനിമയിലായാലും ഒരു പുതിയ സിനിമ എവിടെയെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പറയും, ആരെങ്കിലും വിളിച്ചിട്ട് പറയും, ഒന്ന് അവിടെ ട്രൈ ചെയ്തുകൂടെ, എവിടെ ഒന്ന് ട്രൈ ചെയ്തുകൂടെ, അങ്ങോട്ട് ചോദിച്ചുകൂടെ. അപ്പോൾ ഈവൻ ഗിരി തന്നെ പല സീരിയൽസിനും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ചെറിയ പ്രശ്നം കൊണ്ട് ഞാനത് മാറ്റി വെച്ചതാണ്. സിനിമ ശരിക്കും ഒരു എന്താ പറയുക, മാസ്മരിക ലോകമാണ്. നമുക്കെല്ലാവർക്കും ഫെയിം എന്ന് പറഞ്ഞൊരു സംഭവം അതൊരു വല്ലാത്തൊരു കാര്യമല്ലേ. നാടകം നമുക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ കേരളത്തിൽ തന്നെ ഒരുപാട് ആളുകൾക്ക്, നാടകക്കാർക്ക് മാത്രമേ എന്നെ അറിയുള്ളൂ, സിനിമാക്കാർക്ക് അറിയില്ല, ഐ മീൻ സാധാരണക്കാർക്ക് അറിയില്ല. പക്ഷെ ഒരു സിനിമ ചെയ്തപ്പോഴേക്ക് തന്നെ ആളുകൾ നമ്മളെ വിളിക്കാനും നമ്മളോട് സംസാരിക്കാനും, ഈവൻ ഇപ്പം കഴിഞ്ഞ ആഴ്ച സ്റ്റുഡിയോയിൽ ഞാൻ സാധനം മേടിക്കാൻ പോയ സമയത്ത് 3 പെൺകുട്ടികൾ വന്നു, മാം ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ ആർട്ടിസ്റ്റ് അല്ലേ ചോദിച്ചു. അപ്പോൾ എനിക്ക് നമ്മളെത്ര കഷ്ടപ്പെട്ട് നാടകം ചെയ്തിട്ടും കിട്ടാത്തൊരു സുഖം, അല്ലെങ്കിൽ ആളുകൾ അറിയുക എന്നുള്ളത് വലിയ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ അറിയുന്ന പ്രശ്നം ഒക്കെ നമ്മൾ പിന്നെ പറയും. പക്ഷേ ഈ തുടക്കത്തിലൊക്കെ അതൊരു സുഖം തന്നെയാണ്. അപ്പം ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട് നാടകത്തിന്. 2000 പകർന്നാട്ടം എന്ന പ്ലേക്ക് കിട്ടിയിട്ടുണ്ട്. 2019 ഗിരി തന്നെ സംവിധാനം ചെയ്ത 3-ാം കുന്ന് എന്ന് പറഞ്ഞ പ്ലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും എൻ്റെ മാത്രം കഴിവല്ല, ഡയറക്ടേഴ്സിന് കൂടി കഴിവാണ്. ഗിരി നമ്മുടെ ഡയറക്ടർ, ഴാൻ്റെ ഡയറക്ടർ, അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ശരിക്കും അറിയാത്തൊരാളെ പോലും അഭിനയിപ്പിച്ച് കളയും. പിള്ളേരെ, പെൺകുട്ടികളെ ആൺകുട്ടികളെയൊക്കെ ഇപ്പോൾ പുതിയൊരു നാടകം ചെയ്യാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. ഒക്കെ കുട്ടികളെ വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെ ഈ ഡയലോഗ്സ് പഠിപ്പിച്ചെടുക്കുന്നത് മുതൽ കാര്യങ്ങൾ നടത്തണം. ഇപ്പോൾ 3-ാം കുന്ന് എന്ന് പറഞ്ഞ നാടകത്തിലെ പിള്ളേർ മുഴുവൻ ഒന്നും അറിയാത്ത പിള്ളേരായിരുന്നു. പക്ഷെ അവർ സ്റ്റേജിൽ എന്ത് മനോഹരമായിട്ട് ചെയ്തു എന്ന് പറയാം. അപ്പോൾ അതൊക്കെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ്. ഡയറക്ടറിൻ്റെയും പിന്നെ കുട്ടികളുടെയും. കുട്ടികൾ അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ നോക്കണം. ഇപ്പോൾ ഒരു നാടകം ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗിരി നിൽക്കുക അങ്ങനെയാണ് കുട്ടികളോട്, നല്ല സ്നേഹത്തിൽ തൻ്റെ മക്കളെ പോലെയാണ് നിൽക്കുക. അപ്പം അങ്ങനെയൊക്കെയാണ് കുട്ടികൾ നന്നായിട്ടുള്ള ഒരുപാട് മക്കൾ. എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഇടയിൽ ഗിരിയായിരിക്കും കുട്ടികളെ വെച്ചിട്ട് ഇത്രയും നാടകങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പുതിയ ചെയ്യാൻ പോകുന്നത് മെയിൻ കുട്ടികളാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പിന്നെ നാടകത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാനൊരു ഡബ്ബിങ് ആർട്ടിസ്റ്റും കൂടിയാണ്, AR ആർട്ടിസ്റ്റാണ്. പിന്നെ സിനിമ എന്തായാലും നന്നാവട്ടെ. മഴ പെയ്യും പോലെ പെയ്ത് മനസ്സിൻ്റെ ഉള്ളിലേക്ക് സന്തോഷം നിറയ്ക്കട്ടെ, ആളുകളുടെ ഉള്ളിലേക്ക്. അതും എൻ്റെ സ്വന്തം, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയൻ, എൻ്റെ മകനെ പോലെയുള്ള ഗിരി ചെയ്യുന്നത് അവന് ഇനി സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. എന്നെപ്പോലെയുള്ള ഒരുപാട് നാടകക്കാർക്ക് അതിലൊക്കെ അഭിനയിക്കാൻ സാധിക്കട്ടെ. എല്ലാ പ്രാവശ്യവും എനിക്ക് അഭിനയിക്കാൻ പറ്റിയെന്നോ അല്ലെ എന്നെ വിളിക്കുന്നൊന്നും നമുക്ക് കരുതാൻ പറ്റില്ല. എന്നെപ്പോലെയുള്ള ഒരുപാട് പിന്നെ നടികളുണ്ട്, നടന്മാരുണ്ട്, അവർക്കൊക്കെ ചാൻസ് കൊടുക്കാൻ ഈ കുട്ടിക്ക് സാധിക്കട്ടെ. സാധിക്കും, ചെയ്യും. എന്തായാലും ഇത് ഡെഫിനറ്റായിട്ട് ഈ സിനിമ നല്ല ഒരു സിനിമയായിട്ട് എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകും. മഴ പെയ്ത് ഇങ്ങനെ ആ ഒരു മഴ പെയ്യുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, ആ സുഖം ഈ സിനിമ കണ്ടാലും അനുഭവിക്കും എല്ലാവരും. ഓക്കെ, അപ്പം ഇത്രയും നേരം ഴായുടെ വിശേഷങ്ങളുമായിട്ട് അജിത നമ്പ്യാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സിനിമയ്ക്ക് ആശംസകൾ അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സിനിമ, ദൈവമേ, ആ സിനിമയുടെ കൂടെ തന്നെയാണ് ഞാൻ എന്നും. എൻ്റെ പ്രാർത്ഥനയിൽ സിനിമയുണ്ട്, നന്നാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.